ദൃശ്യം 3 കണ്ടു. അങ്ങനെ ഈ മാസത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള പടമായിരുന്നു. ജിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച് മോഹൻലാൽ നായകനായിട്ട് വന്ന സിനിമയാണ്. അപ്പോൾ ഇന്ന് ഈ മലയാളം ക്രൈം ഡ്രാമ സിനിമയെക്കുറിച്ച്. ഭൂതകാലം വേട്ടയാടുന്ന ജോർജ് കുട്ടിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ പടം പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്ന് മാത്രമല്ല, ദൃശ്യം ഫ്രാഞ്ചൈസിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഫസ്റ്റ് 2 പാർട്ടിന്റെ തിരക്കഥയിലുള്ള മാജിക്ക് ഇതിനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന്റെ ബാക്കി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെഗറ്റീവ്സിൽ പറയാം. പോസിറ്റീവ്സ് പറഞ്ഞാൽ മോഹൻലാൽ, പടത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും പോസിറ്റീവ് മോഹൻലാൽ തന്നെയാണ്. പടം മുഴുവനും കണ്ടു തീർക്കാൻ പ്രേരിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും, അതുപോലെ തന്നെ സിനിമയിൽ എന്തെങ്കിലും ഒരു ഹൈ തരുന്നത് മോഹൻലാലിന്റെ ക്ലൈമാക്സിലൊക്കെയുള്ള ചില ഡയലോഗ്സും ആണ്. ശരിക്കും ആ ക്യാരക്ടർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ പടം എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇരുന്ന ആൾക്കാരൊക്കെ പുള്ളിയുടെ ഒരു രൗദ്രഭാവം എവിടെയൊക്കെയോ ഈ പടത്തിൽ പ്രതീക്ഷിച്ചു എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ ക്യാരക്ടറിൽ നിന്നും അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതൊന്നും കിട്ടില്ല. ക്ഷമിക്കാവുന്ന അത്രയും ക്ഷമിക്കുന്ന, സഹിക്കുന്ന, മാക്സിമം നോൺ വയലൻസ് സ്വീകരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഫാമിലിയെ നോവിച്ചാൽ, മകളെ തൊട്ടാൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യും. അതിനാണ് ഈ പടത്തിലുള്ളത്. ആ കഥാപാത്രത്തിന്റെ ഒരു കോൺസിസ്റ്റൻസി പിടിച്ചേക്കുന്നതാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയാം. അത് ഏറ്റവും നന്നായിട്ട് ഒരു നോട്ടത്തിൽ പോലും വളരെ ഉൾക്കൊണ്ട് തന്നെ ലാലേട്ടൻ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ ഒരു മാനസികാവസ്ഥയൊക്കെ വെച്ചിട്ട് ഒരു ഇമോഷണൽ ടച്ച് പടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതും പോസിറ്റീവ് ആണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പെർഫോമൻസും ആ ക്യാരക്ടറുമാണ് ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവും ട്രീറ്റും എന്ന് പറയാം. പിന്നെ ഇവരുടെ ഫാമിലിയുടെ ചില മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊരു ഫീൽ ഗുഡ് ഡ്രാമ പോലെ ഓഡിയൻസിന്, അതായത് ഫാമിലി ഓഡിയൻസിന് എൻജോയബിൾ ആയിരിക്കും. എങ്കിൽ പോലും പേഴ്സണലി എനിക്ക് പല കാര്യങ്ങളും റിപ്പറ്റേറ്റീവ് ആയിട്ടാണ് തോന്നിയത്. കല്യാണം, കല്യാണാലോചന, ചായകുടി, അങ്ങനെ. പിന്നെ ചില കോടതി വ്യവഹാരങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടും പടത്തിൽ കൊണ്ടുവന്നതും ഇതിന്റെ പോസിറ്റീവ് ആണ്. ഈ ഫ്രാഞ്ചൈസിലെ മറ്റു 2 സിനിമകളെ വെച്ച് നോക്കുമ്പോൾ പടം 90% ഡ്രാമയാണെന്ന് പറയാം. ത്രില്ലിംഗ് എലമെന്റ്സോ വലിയ മിസ്റ്ററിയോ അങ്ങനെയൊന്നും ഈ പാർട്ടിൽ ഇല്ല, അല്ലെങ്കിൽ കുറവാണെന്ന് പറയാം. ഫസ്റ്റ് 2 പാർട്ടിനേക്കാൾ സ്ലോ ആയിട്ടാണ് ഈ പടം പോകുന്നതും. ആ താമസം നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ദൃശ്യത്തിന് സാധാരണ ഒരു പേസ് ഉണ്ട്. പതിഞ്ഞ താളത്തിൽ പോയിട്ട് അവസാനം കത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൽ സ്ഥിരമുള്ളത്. ഇതിൽ പക്ഷേ ക്ലൈമാക്സിലെ കത്തിക്കൽ അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ആണ് പടത്തിന്റെ ബെറ്റർ. ഇന്റർവെൽ വരെയും ഒരു സാധാരണ ഫാമിലി ഡ്രാമയായിട്ട് പോയിട്ട് ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു ചെറിയ ത്രില്ലിംഗ് മൊമെന്റ് തരുന്നു. സെക്കൻഡ് ഹാഫിലും നോർമലായിട്ട് പോയിട്ട് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പോലെ. പക്ഷെ ആ ഒരു ട്വിസ്റ്റിന് അത്ര സ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് സത്യം. ബാക്കി താരങ്ങളുടെ പെർഫോമൻസ് പറയുമ്പോൾ സിദ്ദിഖും മുരളി ഗോപിയും ഒക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. എടുത്തു പറയത്തക്കതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പടത്തിലേറിയ ഭാഗവും കല്യാണവും, കല്യാണാലോചനയും, ചായ എടുക്കലും ഒക്കെ ആയിട്ട് മീന ബിസി ആയിരുന്നു. പതിവ് പോലെ തന്നെ ഡയലോഗ് ഒക്കെ നാടക ഫീൽ തരുന്നുണ്ടായിരുന്നു. ആൻസിബ, എസ്തർ ഒക്കെ ആ ക്യാരക്ടേഴ്സ് ഓക്കേഷ് ആയിട്ടാണ് ചെയ്തത്. ക്ലൈമാക്സിലുള്ള ആൻസിബയുടെ കരച്ചിലൊക്കെ കുറച്ച് വീക്കായിട്ട് തോന്നി. ഈ കല്യാണിന്റെ പരസ്യം, റിസോർട്ടിന്റെ പരസ്യം ഒക്കെ ചില സ്പോൺസേർഡ് റീൽസിലെ പോലെ അലമ്പായിരുന്നു. വീണ നന്ദകുമാറിന്റെ ക്യാരക്ടർ എന്തോ സംഭവം ചെയ്യാൻ പോകുന്നു എന്നൊരു ഫീൽ ആദ്യമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ ക്യാരക്ടർ പോയത് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടായിരുന്നു. ദിനേശ് പ്രഭാകർ കൊള്ളാമായിരുന്നു. ആശാ ശരത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇർഷാദ്, ഗണേഷ്, ശിവ ഹരിഹരൻ ഇവരൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. പതിവ് പോലെ ആന്റണി പെരുമ്പാവൂരിന്റെ സീൻ ഏച്ചു കെട്ടിയതായിട്ട് തന്നെ തോന്നി. പിന്നെ ബിജു മേനോൻ, കൃഷ്ണപ്രഭ, ശാന്തി മായാദേവി, സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. ചില സഹതാരങ്ങളുടെ പ്രകടനം വളരെ വീക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. സതീഷ് കുറുപ്പിന്റെ ക്യാമറ, VS വിനായകിന്റെ എഡിറ്റിംഗ് ഒക്കെ സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാം. അനിൽ ജോൺസന്റെ മ്യൂസിക്കും അങ്ങനെ ടെക്നിക്കൽ സൈഡിൽ എടുത്തു പറയത്തക്കതായിട്ടൊന്നും തോന്നിയില്ല. പടത്തിന് നല്ല ലെങ്ത് ഉണ്ട്, നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ, സാധാരണ ജിത്തു ജോസഫ് നേരിടുന്ന പ്രധാന പ്രശ്നം അപ്ഡേറ്റഡ് അല്ലാത്ത സീരിയൽ ടൈപ്പ് മേക്കിംഗ് എന്നുള്ള ആ ഒരു വിമർശനമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ എഴുത്തിൽ എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്തവണ എഴുത്ത് കുറച്ച് ദുർബലമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രധാന പ്രശ്നം ഇത്തവണത്തെ മോട്ടീവ്, വില്ലൻ ഇതൊന്നും അത്രയ്ക്കും സ്ട്രോങ്ങും കൺവിൻസിംഗുമായി വന്നില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ഗീതാ പ്രഭാകർ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് വില്ലൻ കഥാപാത്രമുണ്ട്, അല്ലെങ്കിൽ വില്ലത്തി കഥാപാത്രം. അവരും ജോർജ് കുട്ടിയെ പോലെ ഫാമിലിക്ക് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. സോ ജോർജ് കുട്ടി വേഴ്സസ് ആ ഒരു ഗീത ഫൈറ്റ് ഒക്കെ ഫസ്റ്റ് പാർട്ടിന്റെ തിരക്കഥ കൂടുതൽ സ്ട്രോങ്ങും ലൈവും ഇൻട്രസ്റ്റിംഗും ആക്കിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് മുതൽ ഗീതയുടെ ക്യാരക്ടർ മെല്ലെ ഇമ്പാക്ട് കുറഞ്ഞു വരികയും ചെയ്തു. ഇതിലാണെങ്കിൽ തീരെ ഇല്ല എന്നും പറയാം. അതുപോട്ടെ. അപ്പൊ പിന്നെ ബാക്കിയുള്ള വില്ലന്മാരെങ്കിലും സ്ട്രോങ് ആയിരിക്കണം. ഇതിലൊരു വില്ലൻ ആദ്യമൊക്കെ ഒരു ഇമ്പാക്ട് ഒക്കെ വരുത്തുന്നുണ്ടായിരുന്നെങ്കിലും ക്ലൈമാക്സിൽ എത്തിയപ്പോൾ ആ ക്യാരക്ടർ വളരെ വീക്ക് ആയതുപോലെയാണ് തോന്നിയത്. കൊന്നാലും പറയില്ല ടു കൊല്ലല്ലേ സാറേ എല്ലാം ഞാൻ പറയാമേ എന്നുള്ള ഒരു സ്റ്റൈൽ മല പോലെ വന്ന് എലി പോലെ പോയൊരു കഥാപാത്രമായി പോയി. മറ്റൊരു വില്ലന്റെ ചെയ്തികൾ, ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കൽ, അതൊന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കുന്നതിൽ തിരക്കഥ കഷ്ടപ്പെടുന്നത് പോലെയും തോന്നി. ഒരു ബ്രേക്ക് ത്രൂ വരട്ടെ എന്നൊരു കഥാപാത്രം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മളും പടത്തിൽ ഒരു ബ്രേക്ക് ത്രൂ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഫീലും ഉണ്ടായിരുന്നു. ത്രില്ലടിപ്പിക്കാൻ വേണ്ടി ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്ന ട്വിസ്റ്റും വലിയൊരു ഹൈ തരും വിധം ഇമ്പാക്ട്ഫുൾ ആയിരുന്നില്ല. സോ എനിക്ക് ക്ലൈമാക്സ് ഒരു നിരാശയാണ് സമ്മാനിച്ചത്. ക്ലൈമാക്സിൽ ഹൈ തരിക എന്നുള്ളത് ജിത്തു
ജിത്തു ജോസഫ് ഫിലിം ഫാമിലി ടെക്നിക്. ജിത്തു ജോസഫിന്റെയും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നും വരുന്ന പടങ്ങളിൽ എപ്പോഴും ഉള്ളതാണ്. അതിൽ ഈ അടുത്തിടെ വന്ന ദൃഢം റോസിലിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. സോ മൊത്തത്തിൽ ത്രിൽ എവിടെ, ത്രില്ലറെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ. എങ്ങനെയെങ്കിലും അടുത്ത പാർട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ആവറേജ് യാത്രയായി പോയി ഈ പടം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ എനിക്ക് ഇത് മൊത്തത്തിൽ ജസ്റ്റ് ഒരു ഓക്കേഷ് പടമായിരുന്നു. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഈ ഫ്രാഞ്ചൈസിനോടുള്ള ഇഷ്ടം, ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തോടും അദ്ദേഹത്തിന്റെ ഫാമിലിയോടുമുള്ള ഒരു ഇഷ്ടം, മോഹൻലാലിനോടുള്ള ഇഷ്ടമൊക്കെ കൊണ്ട് നമുക്ക് ഈ പടം ഇങ്ങനെ കണ്ടിരിക്കാം എന്ന് മാത്രം. സോ ഓവർ പ്രതീക്ഷയില്ലാതെ കണ്ടാൽ ഒരു നോർമൽ സിനിമ എന്നൊരു ഫീൽ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം സമ്മാനിച്ചേക്കുക. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററിൽ കാണാം. 2 മണിക്കൂർ 45 മിനിറ്റ് എങ്ങാണ്ട് പടത്തിന് റൺ ടൈം ഉണ്ടെന്ന് തോന്നുന്നു. പ്രമേയം കൊണ്ട് ഇതൊരു UA 16+ പടമാണ് എന്നും പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.